ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയിൽ കടുത്ത നടപടിയുമായി കേന്ദ്ര സർക്കാർ. മലപ്പുറം കൂരിയാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തിൽ കരാർ കമ്പനി KNR കൺസ്ട്രക്ഷനെ ഡീബാർ ചെയ്തിരിക്കുന്നു ഇപ്പോൾ കേന്ദ്ര സർക്കാർ. വിനീത വിജിയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. വിനീത, ഇന്നലെ ET മുഹമ്മദ് ബഷീർ MP നിതിൻ ഗഡ്കരിയെ കേന്ദ്രമന്ത്രിയെ കണ്ടതാണ്. നടപടികൾ ആ സമയത്ത് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകിയതാണ്. ഇപ്പോൾ അത് പ്രാബല്യത്തിൽ വരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ വിനീത? തീർച്ചയായും ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ET മുഹമ്മദ് ബഷീറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ തന്നെ സമാനമായിട്ടുള്ള കടുത്ത നടപടി ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നേരത്തെ തന്നെ വ്യക്തമാക്കിയതായിരുന്നു. തൊട്ട് പിന്നാലെ ഇതാ ഇപ്പോൾ ആ നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് സമാന രീതിയിൽ അപാകതയോടുകൂടി റോഡ് നിർമ്മാണം നടത്തുന്ന കമ്പനികൾക്കൊരു മാതൃക കൂടിയാണ് ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടി. അവർക്കൊരു മുൻകരുതൽ, ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടിയാണ് കേന്ദ്ര സർക്കാർ ഈ നടപടിയിലൂടെ മുന്നോട്ട് വെക്കുന്നതെന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ KNR കൺസ്ട്രക്ഷനെ ഡീബാർ ചെയ്തിരിക്കുകയാണ് കേന്ദ്രം. ഒപ്പം തന്നെ കൺസൾട്ടന്റായ ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ കമ്പനികൾക്ക് ഇനി തുടർ കരാറുകളിൽ പങ്കെടുക്കാൻ കഴിയില്ല. ഒപ്പം തന്നെ ഈ കമ്പനിയിലെ 2 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഒരു 2-അംഗ സമിതിയെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ 2-അംഗ സമിതി സ്ഥിതിഗതികൾ പരിശോധിച്ച കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കമ്പനിയെ ഡീബാർ ചെയ്യുന്നതടക്കമുള്ള കടുത്ത നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ പ്രത്യേകമായ ഒരു 3-അംഗ സമിതിയെ കൂടി കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. കൂരിയാട് ഉൾപ്പെടെയുള്ള ഈ ദേശീയപാതയിലെ വിവിധ മേഖലകളിലുണ്ടായ തകർച്ച ഈ സംഘം അവിടെ എത്തി വിശദമായി തന്നെ പരിശോധിക്കും. ശേഷം വളരെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് ഈ സംഘം സമർപ്പിക്കുകയും ചെയ്യും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് തുടർ നടപടികൾ കൂടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കേന്ദ്രം വ്യക്തമാക്കുന്നത്. കേന്ദ്ര ട്രാൻസ്പോർട്ട് മന്ത്രാലയത്തിൻ്റെതാണ് ഈ നടപടി എന്ന് നമുക്ക് പറയാം. ഒപ്പം തന്നെ ഇന്നലെ വലിയ രീതിയിലേക്കുള്ള ഒരു നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നൊക്കെ കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയതുമാണ്. ഒപ്പം തന്നെ ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഈ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി കേന്ദ്ര തലത്തിൽ തന്നെ സ്വീകരിക്കുമെന്നും നിതിൻ ഗഡ്കരി ഇന്നലെ തന്നെ ET മുഹമ്മദ് ബഷീറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇന്നലെ തന്നെ ഈ ദേശീയപാത അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരെ അദ്ദേഹം നേരിട്ട് വിളിച്ച് ഈ സംഭവങ്ങളുടെ സ്ഥിതിഗതികൾ അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് പ്രത്യേകമായി ഒരു അന്വേഷണ സംഘത്തെ ഇക്കാര്യത്തിൽ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അന്വേഷണ സംഘം, 2-അംഗ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് കേന്ദ്ര ട്രാൻസ്പോർട്ട് മന്ത്രാലയത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേന്ദ്രം ഈ കടുത്ത നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ കമ്പനിയായ KNRനെ ഡീബാർ ചെയ്തിരിക്കുകയാണ് കേന്ദ്രം. ഒപ്പം തന്നെ ഈ കൺസൾട്ടന്റായ ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇത്തരത്തിലേക്കുള്ള വീഴ്ചകൾ വരുത്തുന്ന കമ്പനികൾക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടിയാണ് ഈ നടപടിയിലൂടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഉന്മേഷ്, വിനീത, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കൂരിയാട് ഒരു സംഘം എത്തിയതാണ്. ദേശീയപാത അതോറിറ്റിക്ക് അവർ റിപ്പോർട്ട് നൽകും എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നതാണ്. പക്ഷേ ഇന്ന് അതേതായാലും ഉണ്ടായിട്ടില്ല. ഈ പുതിയ വിദഗ്ധ സംഘത്തെ അയക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും അവരുടെ പരിശോധനാ പരിധിയിൽ വരിക വിനീത? ഉന്മേഷ്, IIT വിദഗ്ധരടക്കം അടങ്ങുന്ന 3-അംഗ സമിതിയാണ് പുതുതായി നിയമിച്ചിരിക്കുന്നത്. ഈ സമിതി കേരളത്തിലേക്ക് അധികം വൈകാതെ തന്നെ എത്തുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. കൂരിയാട് ഉൾപ്പെടെയുള്ള ദേശീയപാതയിലുണ്ടായ അപാകതകൾ സമിതി വളരെ വിശദമായി തന്നെ പരിശോധിക്കും. ഉദ്യോഗതലത്തിൽ ഏതെങ്കിലും മേഖലകളിൽ കൂടുതൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിനായിരിക്കും ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു പ്രഥമ പരിഗണന സമിതി നൽകുക. കാരണം ഇത്തരത്തിലേക്കുള്ള നടപടിക്രമങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ കരാർ കമ്പനിയുടെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇപ്പോൾ ഈ KNRനെ ഡീബാർ ചെയ്തതുപോലുള്ള സമാന നടപടികൾ ഈ കരാർ കമ്പനിക്കെതിരെയും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥർക്കെതിരെയും ഉണ്ടാകുമെന്നും ഇന്നലെ തന്നെ നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ തൊട്ട് പിന്നാലെ ഇപ്പോൾ ആ നടപടിയിലേക്കും അദ്ദേഹം എത്തിയിട്ടുണ്ട്, കേന്ദ്ര മന്ത്രാലയം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമാനമായിട്ടുള്ള രീതിയിലുള്ള പരിശോധനകളായിരിക്കും വിവിധ മേഖലകളിൽ ഈ സംഘം നടത്തുക. ഈ പല മേഖലകളിലും ഉണ്ടായ തകർച്ചയ്ക്ക് കാരണം അത് ഉദ്യോഗ തലത്തിലുണ്ടായ പിഴവാണോ അല്ലെങ്കിൽ കരാർ കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായ അപാകതയാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വിദഗ്ധ സംഘം പരിശോധിക്കും. ശേഷം വിശദമായിട്ടുള്ള റിപ്പോർട്ട് കേന്ദ്ര ട്രാൻസ്പോർട്ട് മന്ത്രാലയത്തിന് നൽകും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ അടക്കം ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ ഇന്നലെ തന്നെ നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയത് ഇത്തരത്തിലേക്കുള്ള അപാകതകൾ ഉണ്ടാക്കുന്ന കമ്പനിക്കാർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും ഇതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും കേന്ദ്രം ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്. ഒപ്പം തന്നെ ഈ വിഷയം വളരെയധികം ഗൗരവമായി തന്നെ നിതിൻ ഗഡ്കരി എടുത്തുവെന്ന് ഇന്നലെ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ET മുഹമ്മദ് ബഷീർ MP വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാ തൊട്ട് പിന്നാലെ ആ നടപടിയിലേക്ക് ട്രാൻസ്പോർട്ട് മന്ത്രാലയം എത്തിയതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. KNRനെ ഡീബാർ ചെയ്തിരിക്കുകയാണ്. കൺസൾട്ടന്റ് കമ്പനിയായ ഹൈവേ എഞ്ചിനീയറിംഗിനെയും ഡീബാർ ചെയ്തിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ട്. അവർക്കും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ വീഴ്ച വരുത്തിയ 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ കടുത്ത നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങുകയാണ്. ഇനി ഈ സമിതി നൽകുന്ന റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ കൂടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഉന്മേഷ്. ശരി വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. കടുത്ത നടപടിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഈ വിഷയത്തിൽ കരാർ കമ്പനിയായ KNR കൺസ്ട്രക്ഷൻസുമായി ബന്ധപ്പെട്ട് അവരെ ഡീബാർ ചെയ്തിരിക്കുന്നു. കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് കടുത്ത നടപടി.